ഏതായാലും ഇപ്പോഴത്തെ നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് കാഷ്വാലിറ്റീസ് എന്ന തലത്തിൽ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കുറച്ചുകൂടി പരിശോധന ആവശ്യമാണ് എന്നതാണ് നിർണായകം. അവിടെ മണ്ണ് പൂർണ്ണമായും മാറ്റേണ്ട സാഹചര്യമുണ്ട്. മണ്ണ് പൂർണ്ണമായി മാറ്റിയാൽ മാത്രമാണ് ഒരു വ്യക്തത, ഒരു അന്തിമ ചിത്രം വ്യക്തമാകുക. അതിന് സമയമെടുക്കും, സംശയമില്ല. അതിന് സമയമെടുക്കും. കാരണം ദുരന്ത നിവാരണ സേനയുടെ വലിയ പ്രവർത്തനം വേണം. പ്രതികൂല കാലാവസ്ഥ ഒരു പ്രശ്നമാണ്. പ്രതികൂല കാലാവസ്ഥ, മഴ അതിശക്തമായി തന്നെ ഉണ്ട്. നേരത്തെ സൈത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ അതിശക്തമായ മഴയ്ക്കുള്ള പ്രവചനം കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി ദുഷ്കരമാകും. പക്ഷേ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഇതിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തീവ്ര ശ്രമം രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ, NDRF സംഘാംഗങ്ങൾ, പോലീസ്, എക്സൈസ്, അങ്ങനെ വകുപ്പുകളുടെ വലിയ ഏകോപനം ഉണ്ടാകുന്നുണ്ട്. ഈ വകുപ്പുകളുടെ ഏകോപനം സംബന്ധിച്ചാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത്തരം ഏകോപനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ വേണം. അല്ലാതെ ഇത്തരം ഒരു ദുരന്തമുഖത്ത് മറ്റൊന്നും സഹായകരമല്ല. അതുകൊണ്ട് മന്ത്രിമാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരെ കാണുന്നുണ്ട്, അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം വയനാട്ടിലേക്ക് പോകും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം ഒരുപക്ഷെ വയനാട്ടിലേക്ക് പോവുകയും നേരിട്ട് ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് ഏതാനും നിമിഷങ്ങൾക്കകം വ്യക്തമാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അല്പം മുമ്പാണ് ഈ ദുരന്തം, ഏതാണ്ട് 2 മണിക്കൂർ മുൻപാണ് ഈ ദുരന്തം സംഭവിച്ചത്. അതിൻ്റെ വ്യാപ്തി ഇപ്പോൾ ഓരോ പ്രദേശത്ത് ഓരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആദ്യം തുടക്കത്തിൽ വലിയ അപകടം, കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എത്ര പേർ ഉണ്ട് എന്നതിലൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി വരേണ്ടതുണ്ട്. അതിനുള്ള ശ്രമത്തിലും മറ്റുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരും മറ്റും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് കാത്തിരുന്ന് കാണണം എന്താണ്, ഇനിയും കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് 9 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. ഈ 9 പേരിൽ ആരുടെയും നില കാര്യമായി ഗുരുതരമായി വിവരിക്കുന്നില്ല. മറ്റ് അവിടെ ഉണ്ടായിരുന്ന പല ആളുകളെയും ഇതിനകം തന്നെ ആ പ്രദേശത്തു നിന്ന് മാറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചിലർ ചികിത്സയിലുണ്ട്. മറ്റ് കാര്യങ്ങളെക്കുറിച്ചും കുറച്ചുകൂടി വ്യക്തതയിലേക്ക് വരേണ്ടതുണ്ട്. ഏതായാലും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു, സുഗമമായി ഗതാഗതം നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഈ പാലത്തിന് മുകളിലൊക്കെ വാഹനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ മാറ്റം ഈ പ്രദേശത്ത് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ മേഖല ഏതാണ്ട് പൂർണ്ണമായും ഗതാഗതത്തിന് പറ്റാത്ത വിധമായി കഴിഞ്ഞു. മണ്ണ് മാറ്റേണ്ടതുണ്ട്. 265 മില്ലിമീറ്റർ മഴ ഈ സ്ഥലത്ത് പെയ്തു എന്ന് പറയുമ്പോൾ ആ മഴയുടെ ഒരു ശക്തിയും വ്യാപ്തിയും ഒക്കെ ഒന്ന് നമ്മൾ കണക്ക് കൂട്ടണം. അതിനെ അതിജീവിക്കത്തക്ക വിധം കരുത്ത് പ്രകൃതിക്കുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, മനുഷ്യനിർമ്മിതമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൂട്ടിയിട്ടിരുന്ന മണ്ണുണ്ട്. ഈ മണ്ണ് പൂർണ്ണമായും ഒലിച്ച് താഴേക്ക് ഇറങ്ങിയാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച മട്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് പൂർണ്ണമായും ഈ സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു പ്രയാസം കൂടി കാര്യമായി ബാധിക്കുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം സജീവമായി പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ എത്തിയേനെയും, അവിടെ ഇപ്പോൾ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേനെയും. കൂടുതൽ തൊഴിലാളികളും 50-60 തൊഴിലാളികളൊക്കെ ഒരേ സമയം ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ്. അവരുടെ മുകളിലേക്ക് മണ്ണൊക്കെ വീണിരുന്നെങ്കിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി വല്ലാതെ വർദ്ധിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഏതായാലും നിരവധി ആളുകളെ രക്ഷപ്പെടുത്തി. മീനാക്ഷി പാലം, തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപത്താണ് ഈ മണ്ണിടിച്ചിൽ. അഗ്നിരക്ഷാസേന അടിയന്തര രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജയരാജ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നൽകാനുണ്ടോ? ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണ്? കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ?
രഞ്ജിത്ത്, ഞാൻ ഏതാണ്ട് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. ഇവിടെ മഴയ്ക്ക് അല്പം ഒരു ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഇനിയും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോഴും പറയുന്നത്. JCB ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട്. നിരവധി ആളുകൾ അന്ന് ഈ വഴിക്ക് കടത്തി വിടുന്നില്ല, കാരണം എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും, കാരണം ഞാൻ ആ സ്ഥലത്തേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും ജയരാജ് അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും. അവരേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹ്യൂജ് ടാസ്ക്കാണ്. ഇപ്പോൾ ഗതാഗതം ഏതാണ്ട് തടസ്സപ്പെട്ട ഒരു പശ്ചാത്തലത്തെ കൂടെ ചേർത്ത് വെക്കുമ്പോൾ അത് ഒരുപാട് പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അവിടേക്ക് ജയരാജ് എത്തുകയും കൃത്യമായി തന്നെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്കായി എത്തിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി അത് എത്രത്തോളമുണ്ട് എന്നുള്ളതാണ്. മരണമടക്കം കൂടുതലായി സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെയാണ് വ്യക്തത വരേണ്ടത്. കൂടുതൽ ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതും അറിയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതും അറിഞ്ഞ് വരാൻ സമയമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. സ്വാഭാവികമായും കൂടുതൽ മണ്ണ് പൂർണ്ണമായും മാറ്റിയുള്ള പരിശോധനകൾ വേണ്ടിവരും. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ NDRF സംഘമടക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത്. വില്ലനാകുന്നത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. കൂടുതൽ JCBകളൊക്കെ സ്ഥലത്തെത്തിച്ചുകൊണ്ട് തിരച്ചിൽ, മണ്ണ് മാറ്റിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.